മാവേലിയെ പോലുള്ള അല്ലെങ്കിൽ ജോസഫിനെ പോലുള്ള സഹോദരന്മാരുടെ പ്രവർത്തിക്ക് മനസ്സുകൊണ്ടും നമ്മളെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കും. കാരണം ഇത്രയും സിൻസിയറായിട്ട് എന്നെ കൊണ്ടൊക്കില്ല. ഞാൻ തീർത്ത് പറയാം, ആ കുട്ടികളെ പോയി റോഡിൽ നിന്ന് കളക്ട് ചെയ്ത് അതുകൊണ്ടുള്ള മറ്റുള്ള എല്ലാ കുഴപ്പങ്ങളും മുഖീകരിച്ച് അതിൽ നിന്നൊക്കെ ശുദ്ധതയോടുകൂടി ആത്മാർത്ഥതയോടെ അവരെ രക്ഷിച്ചു പോറ്റാനുള്ള കഴിവ് എനിക്കില്ല. സ്വന്തം മാതാപിതാക്കളെന്ന് അവകാശപ്പെടുന്ന ഭിക്ഷാടക സംഘത്തിൻ്റെ കൊടും ക്രൂരതയ്ക്കിരയായി 6 വയസ്സുവരെ ഉഗ്രവിഷസർപ്പങ്ങളുടെ കൂടെ നരകയാതന അനുഭവിച്ച പിഞ്ചു ബാലനായ ശക്തിവേൽ. വർഷങ്ങൾക്ക് മുൻപ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പൊരിവെയിലിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പുകൾക്ക് നടുവിൽ ഭിക്ഷാടക സംഘത്തിനൊപ്പം കൈനീട്ടുന്ന ശക്തിവേലിൻ്റെ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയ ആലുവയിലെ ഓട്ടോ തൊഴിലാളികൾ വിളിച്ചറിയത്തിനെ തുടർന്ന് ജനസേവാ ശിശുഭവൻ ചെയർമാൻ ശ്രീ ജോസ് മാവേലിയും ജനസേവാ പ്രവർത്തകരും സ്ഥലത്തെത്തുകയും കുട്ടിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ചില സാമൂഹ്യ വിരുദ്ധരുടെയും ജനസേവയെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെയും ഒത്താശയും മൂലം ഈ പിഞ്ചു ബാലനെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കാതെ നിസ്സഹായരായി ജനസേവ പ്രവർത്തകർക്ക് മടങ്ങേണ്ടി വന്നു. വർഷങ്ങൾക്ക് ശേഷം 2011 സെപ്റ്റംബർ 17 മൂവാറ്റുപുഴ ടൗണിൽ മൂർഖൻ പാമ്പുകൾക്കും ചീറിക്കെടുക്കുന്ന കുരങ്ങനും നടുവിൽ സ്വന്തം മാതാപിതാക്കളെന്ന് അവകാശപ്പെടുന്നവർ അതിക്രൂരമായി ശക്തിവേലിനെ ഉപയോഗിച്ച് ഭിക്ഷയെടുക്കുന്നത് കണ്ട് നാട്ടുകാരാണ് പോലീസിനെയും ജനസേവാ പ്രവർത്തകരെയും വിവരമറിയിച്ചത്. തുടർന്ന് സ്റ്റേഷനിലെത്തിയ ജനസേവാ പ്രവർത്തകർ ഭിക്ഷാടക സംഘത്തിൽ നിന്നും കുട്ടിയെ രക്ഷിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കിയ ശേഷം കുട്ടിയുടെ താൽക്കാലിക സംരക്ഷണം ജനസേവാ ശിശുഭവൻ ഏറ്റെടുത്തു. കുട്ടിയുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ജനസേവാ ശിശുഭവൻ നിറവേറ്റുമെന്ന് ജനസേവാ ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു. ശക്തിവേലാണ് എൻ്റെ മടിയിലിരിക്കുന്നത്. ശക്തിവേലിന് ഞങ്ങൾക്ക് കഴിഞ്ഞ 3 മാസം മുമ്പ് മൂവാറ്റുപുഴയിൽ വെച്ചാണ് ശക്തിവേൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. ശക്തിവേലിന് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ഉഗ്രം വിഷമുള്ള പാമ്പിനെ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് ഭിക്ഷ എടുക്കുന്ന സമയത്താണ് ആൾക്കാർ കണ്ട് ഇവൻ്റെ ഈ സങ്കടാവസ്ഥ കണ്ട് നാട്ടുകാർ പറഞ്ഞിട്ടാണ് ജനസേവാ പ്രവർത്തകർ എല്ലാവരും പോയി ഇവനെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഈ കൊച്ച് ഇങ്ങനെ പാമ്പിനെ ഉഗ്രം വിഷമുള്ള പാമ്പിനെ കൊണ്ട് ഇങ്ങനെ ഭിക്ഷ എടുക്കാനായിട്ട് നടക്കുന്ന കാഴ്ച കണ്ടിട്ട് ജനങ്ങൾക്ക് ഭയങ്കര സിമ്പതി തോന്നി. രണ്ട് നാട്ടുകാരെല്ലാവരും സഹകരിച്ച് ഞങ്ങൾ അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. പിന്നീട് ഇവൻ്റെ കഥ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ കൊച്ചിനെ ഞങ്ങൾ കഴിഞ്ഞ 4 വർഷം മുമ്പ് ഇവിടെ ആലുവയിൽ തന്നെ ഒരു സ്ഥലത്ത് ഇതിൻ്റെ അമ്മയും സ്വന്തം പിതാവെന്ന് പറയുന്ന വേറെ ഒരുത്തിനും കൂടിയും ഇതുപോലെ തന്നെ ഈ ഉഗ്രം വിഷമുള്ള പാമ്പിനെ ഉള്ളിൽ വെച്ച് കൊച്ചിനെ കൊണ്ട് ഭിക്ഷയെടുപ്പിക്കുന്നുണ്ടായിരുന്നു. അന്ന് കൊച്ച് ചെറിയ കുഞ്ഞു കൊച്ചായിരുന്നു. പക്ഷെ അന്ന് ഈ കൊച്ചിൻ്റെ ശരീരത്തിലൊക്കെ പാമ്പ് ഇങ്ങനെ കാർഷിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാമ്പ് ഇങ്ങനെ പാമ്പിനെ കൊച്ച് വാല് വെച്ച് കടിക്കുന്നു. അങ്ങനെ ഈ പാമ്പുമായിട്ട് കൊച്ചിങ്ങനെ ആ പാമ്പിൻ്റെ കൂടെ ജീവിക്കുകയാണ്. ഇവർ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് ഭിക്ഷയെടുപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ഈ കൊച്ചിൻ്റെ ഭാവി നശിച്ചു പോവുകയാണ്.
ഇന്ന് വരെ അവന് വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല. ഇപ്പോൾ ജനസേവർ വന്നപ്പോഴാണ് ഞങ്ങൾ അവന് വിദ്യാഭ്യാസം കൊടുത്തിരിക്കുന്നത്. ഏതായാലും ശക്തിവേലു നല്ല മിടുക്കനായി ഇവിടെ പഠിച്ചു വളരുന്നുണ്ട്. നന്നായിട്ട് ഇവൻ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഒപ്പം മറ്റു കുട്ടികളായിട്ട് കമ്പനി കൂടി എല്ലാം നല്ല മിടുക്കനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശക്തിവേലിന് ഇപ്പോൾ ആഗ്രഹം ഇനി ഞങ്ങൾക്ക് അമ്മയുടെ കൂടെ പോകണ്ട, ഇവിടെ നിന്ന് പഠിച്ച് വലുതാവണം, ഇനി എനിക്ക് സർക്കസ് അല്ലെങ്കിൽ പാമ്പിൻ്റെ കൂടെ വിഷെടുക്കാൻ പോകണ്ട, പാമ്പ് എന്നെ കൊത്തി കൊല്ലുന്ന കൊച്ച് പേടിച്ചിടയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ പാമ്പിനെ പേടിച്ചാണ് ജീവിച്ചത് തന്നെ. അപ്പോൾ ഈ കൊച്ചിന് ശക്തിവേലിന് ഒരു നല്ലൊരു ജീവിതം കൊടുക്കണം. അതാണ് ജനസേവ പ്രവർത്തന ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം ശക്തിവേലിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. പഠിച്ചു വളർന്നു കഴിഞ്ഞാൽ ഇവരെ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയെയും നോക്കാമെന്നാണ് ശക്തിവേലിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ശക്തിവേലും രാജ്യം